ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ആത്മീയ ഭോജ്യത്തിൽ വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ? നമ്മെ മറ്റൊരാൾ വിഡ്ഢിയെന്ന് വിളിക്കുക? ഒരിക്കലുമല്ല. വിഡ്ഢിയെന്ന് വിളിക്കപ്പെടാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഇനി നീ വിഡ്ഢിയല്ലെന്ന് തെളിയിക്കേണ്ടേ? ദൈവത്തിന്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മെ വിഡ്ഢികളാക്കുന്ന 8 കാര്യങ്ങൾ. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിഡ്ഢികളല്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? തെളിയിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല, സ്ഥാനം പിടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റണം. ഒരു 8 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സുഭാഷിതങ്ങൾ 17:21 വചനം എടുക്കുമ്പോൾ, വിഡ്ഢിയായ പുത്രൻ പിതാവിന് ദുഃഖമാണ്. അപ്പൊ മക്കൾ വിഡ്ഢികളാണെങ്കിൽ മാതാപിതാക്കൾക്ക് പോലും അതിന്റെ ദുഃഖം ഉണ്ടാവും. വിഡ്ഢിതരം കാണിക്കാതെ വിഡ്ഢികളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിന് പോലും അതിൻ്റെതായ ദുഃഖവും ഭാരവും ഉണ്ടാകും എന്നത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കിനി നേരെ 8 കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഒന്നാമത്തെ കാര്യം, സങ്കീർത്തനം 53 4 വചനമാണ് നമ്മെ പഠിപ്പിക്കുക. സങ്കീർത്തനം 53:4. അധർമ്മികൾ വിഡ്ഢികളാണ്, അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അധർമ്മികൾ, അവര് അധർമ്മം ചെയ്യുന്നു. അധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇംഗ്ലീഷിൽ ഇല്ലിസിറ്റ് ഡീഡ്സ് എന്ന് പറയും. അനുവദനീയമല്ലാത്ത, വിലക്കപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് വിഡ്ഢികളാണ്. നമുക്ക് വേണമെങ്കിൽ തെറ്റുപറ്റാം, മാരകമായി തെറ്റുപറ്റാം. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തിന്റെ കാരുണ്യം പ്രാപിക്കാൻ സാധിക്കുന്നത് ജ്ഞാനികൾക്കാണ്. വിഡ്ഢികൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിലും ദൈവത്തെ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില അവിശുദ്ധ ബന്ധങ്ങൾ, ഇല്ലിസിറ്റ് ഡീഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം നമ്മുടെ കുടുംബത്തിൽ വരാവുന്ന കാര്യത്തെക്കുറിച്ച് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 3:19 വായിച്ചാൽ, അധർമ്മിയുടെ തലമുറയ്ക്ക് ഭീകരനാശം സംഭവിക്കും. നമ്മുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ വരാവുന്ന കാര്യം, നമ്മുടെ ഈ അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ, വരും തലമുറയെല്ലാം അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 23:25 കൂടി എടുക്കുകയാണെങ്കിലോ, അങ്ങനെ ഉണ്ടാകുന്ന മക്കൾ അവരുടെ വേര് പിടിക്കാതെ പോകും. പിന്നെ എങ്ങനെ നമുക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി പ്രതീക്ഷിക്കാൻ പറ്റും? അതുകൊണ്ട് ഈ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത് സങ്കീർത്തനം 14:1 സങ്കീർത്തനം 53:1. ഈ 2 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്: ദൈവനിഷേധികൾ വിഡ്ഢികളാണ്. ദൈവം ഇല്ല എന്ന് ആരാ പറയുക? മൂഢൻ. അതാണ് സങ്കീർത്തനം 14:1 നമ്മൾ വായിക്കാം. ദൈവനിഷേധികളായിട്ടുള്ളവര്, അവര് ചിലപ്പോൾ ഒരുപക്ഷെ അത് ഫാഷനായിട്ടൊക്കെ കണ്ടേക്കാം, പക്ഷെ അവര് യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. റോമാലേഖനം 1:21 മുതൽ വായിക്കുമ്പോൾ, ചിലരുടെ ബുദ്ധിയുടെ അതിപ്രസരം, അതിസാമർഥ്യം, അതെല്ലാം കാരണം അവര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോരായ്മയായി കണ്ടു. അതുമൂലം അവരുടെ ജീവിതത്തിന് വന്ന കാര്യം വചനഭാഗം ഒന്ന് വായിച്ചാൽ, റോമ 1:21 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പാപത്തിന്റെ വലിയ കൂമ്പാരമായിട്ട് അവരുടെ ജീവിതം മാറി. മൂന്നാമത്തെ ഒരു അടയാളം എന്ന് പറയുന്നത്, സംസാരം ശ്രദ്ധിക്കാത്തവർ വിഡ്ഢികളാണ്. വിഡ്ഢികള് അനുചിതമായ സംസാരങ്ങളും പ്രവൃത്തികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരും. ജ്ഞാനികളാണെങ്കിൽ അവരുടെ സംസാരം, അവരുപയോഗിക്കുന്ന ഓരോ വാക്കുകളും പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 14:3 വായിച്ചാൽ, ഭോഷന്റെ സംസാരം അവന്റെ തന്നെ മുതുകത്ത് വീഴുന്ന വടിയാണ്. അത് അവര് തന്നെ പിന്നീട് വിനയായി മാറും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 28:25 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കണം, വായ്ക്ക് വാതിലും പൂട്ടും നമ്മൾ നിർമ്മിക്കണം. അതായത് നമ്മുടെ സംസാരത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കണം, വിവേകപൂർവ്വം നമ്മൾ സംസാരിക്കണം എന്നുള്ളതാണ് അതിന്റെ സന്ദേശം. 32:8 വചനം വായിച്ചാൽ, പ്രഭാഷകൻ 32:8, കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ നീ പഠിക്കുക. അത് വിവേകികൾക്ക്, ജ്ഞാനികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വിഡ്ഢികൾക്കല്ല. ഓവറായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൂചന നമ്മൾ വിഡ്ഢികളാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാം. വീണ്ടും 20-ാം അധ്യായം പ്രഭാഷകൻ 20:8 വായിച്ചാൽ, അമിതഭാഷി നിന്ദ്യനാണ്. അമിതഭാഷി, ഓവറായിട്ട് വർത്താനം പറയുന്നത് നമ്മളെ
ആ ഒരു നിന്ദനം അത് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. തള്ളിക്കേറി സംസാരിക്കുന്നവർ അവര് വെറുക്കപ്പെടും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. നാലാമത്തെ കാര്യമാണ്, രഹസ്യം സൂക്ഷിക്കാതെ പരസ്യമാക്കുന്നത് വിഡ്ഢികളുടെ സൂചനയാണ്. ചിലരെ കാണിച്ചായിരിക്കും അവര് പറഞ്ഞോ വേറെ ആരും അറിയത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവർ കേട്ട് കഴിഞ്ഞാൽ പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെയാണ്. അത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 19:11 വചനം, രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെയാണ്. 19:10 വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, നീ കേട്ട രഹസ്യം നിന്നോടൊത്ത് മരിക്കട്ടെ. അത് പരസ്യമാക്കി മറ്റൊരാൾക്ക് ഒരു അപമാനം വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 5ാമത്തെ കാര്യമാണ്, ക്ഷിപ്രകോപികൾ വിഡ്ഢികളാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭാപ്രസംഗൻ 7:9 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്ഷിപ്രകോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. ജ്ഞാനിയുടെ അറിവുള്ളവന്റെ മടിയിലല്ല, ക്ഷിപ്രകോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. അപ്പൊ അത് അവനെ എത്ര പാപത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭാഷകൻ 1:22 വായിച്ചാലോ, അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല, അത് അവനെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് കർത്താവിന്റെ വചനം പറയുകയാണ്. സുഭാഷിതങ്ങൾ 14:29 വായിച്ചാലോ, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷിപ്രകോപി വിഡ്ഢിയാണ് എന്നുള്ളത് നാം സ്ഥാപിക്കുന്നത്. 6ാമത്തെ കാര്യമാണ്, മറ്റുള്ളവരെ പ്രകോപനം കൊള്ളിക്കുന്നത് വിഡ്ഢികളാണ്. ചിലർക്ക് ഇതൊരു നേരമ്പോക്ക് പോലെയാണ്. ബാക്കിയുള്ളവരെ ദേഷ്യപ്പെടുത്തുക, എന്തെങ്കിലുമൊക്കെ കമന്റ് പറഞ്ഞോ പരിഹസിച്ചോ ഏതെങ്കിലും വിധത്തിൽ അവരെ പ്രകോപനം കൊള്ളിക്കാൻ നോക്കുന്നത്. ഇനി അത് വിഡ്ഢികളുടെ ഒരു സ്വഭാവമാണെന്ന് വചനം പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 27:3 വചനം പറയാണ്, കല്ലിനും മണ്ണിനും ഭാരമുണ്ട്, ഭോഷന്റെ പ്രകോപനം ഇതിലും ഭാരമുള്ളതാണ്. പ്രകോപനം കൊള്ളിക്കുന്നത്, മറ്റുള്ളവരെ പ്രകോപനം കൊള്ളിക്കുന്നത് അത് വളരെ ഭാരമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കല്ലിനേക്കാൾ മണ്ണിനേക്കാൾ ഭാരമുള്ള കാര്യമായിട്ട് നമ്മൾ അതിനെ കാണുന്നു. 7ാമത്തെ കാര്യമാണ്, ജ്ഞാനസൂക്തങ്ങൾ പുച്ഛിച്ചു തള്ളുന്നത് വിഡ്ഢികളാണ്. ചിലർക്ക് ദൈവിക ജ്ഞാനം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതിനോടെല്ലാം പുച്ഛമാണ്. ഇനി അതെല്ലാം പുച്ഛിച്ചു തള്ളും. അത് വിഡ്ഢികളുടെ ഒരു അടയാളമാണ്. സുഭാഷിതങ്ങൾ 21:15 വായിച്ചാൽ, അറിവുള്ളവർ അവയെ പുകഴ്ത്തും, ജ്ഞാനസൂക്തങ്ങളെ, വിഡ്ഢികൾ അവ പുച്ഛിച്ചു തള്ളും. അപ്പൊ അതുകൊണ്ട് വിഡ്ഢികളുടെ ഒരു സൂചനയായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. അവസാനത്തെ 8ാമത്തെ കാര്യം, വിഡ്ഢികൾ എന്ന് തെളിയിക്കുന്ന 8ാമത്തെ കാര്യമാണ്, വിദ്യാഭ്യാസം വെറുക്കുന്നത്. വിദ്യാഭ്യാസം വെറുക്കുന്നത് വിഡ്ഢികളാണ്. സുഭാഷിതങ്ങൾ 21:19 വായിച്ചാൽ, വിഡ്ഢിക്ക് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങലയും വലത് കൈയിൽ വിലങ്ങും പോലെയാണ്. ജ്ഞാനികൾ കൂടുതൽ ജ്ഞാനികളാകാനുള്ള അവർ താല്പര്യം കാണിക്കും. ഈ അടയാളങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ തയ്യാറാകാം. അങ്ങനെ യഥാർത്ഥ ജ്ഞാനികളായിട്ട് മാറുവാനുള്ള ആഗ്രഹത്തോടു കൂടി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.